തിരിച്ചിട്ട് കൊടുക്കണം. വെന്ത് വിട്ട് വരാൻ തുടങ്ങിയത്. അടിപൊളി പൊളി സാധനം. അപ്പോൾ നമ്മൾ അൽഫാം ഉണ്ടാക്കാൻ വേണ്ടി പോകണം. നമുക്ക് കടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളത്തെ പരിപാടി. അപ്പോൾ നമ്മൾ ഫുൾ കോഴി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നമ്മൾ പകുതിയായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ടാണ് അൽഫാം ഉണ്ടാക്കുക. ഈ കഴുത്തൊന്നും നമ്മൾ ഉപയോഗിക്കില്ല. അപ്പോൾ അൽഫാം ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഈ ആവശ്യമില്ലാത്ത കൊഴുപ്പുകൾ കുറച്ച് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് കൊഴുപ്പിന് തുടങ്ങാം. നമ്മളത് ഗ്രില്ല് ചെയ്യുമ്പോൾ ആ കൊഴുപ്പ് കുരുകി വന്നോളും, നെയ്യ് കുരുകി വരും. കോഴി നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇവിടെ ഇരിക്കട്ടെ. അത് നമുക്കൊരു ഉരുളി വെച്ച് കൊടുക്കാം. കുറച്ച് സാധനങ്ങൾ നമുക്ക് വറുത്തെടുക്കാനുള്ളതാണ്. കുറച്ച് പട്ട, ക്രാമ്പ്, ഏലക്കായി, ബേ ലീവ്സ്, ഉണക്ക നാരങ്ങ, കുറച്ച് മല്ലി, കുറച്ച് ജീരകം, കുറച്ച് കുരുമുളക്, അതുപോലെ തന്നെ കുറച്ച് ഉണക്കമുളക്. ഇതൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കണം. എന്നിട്ട് ഇതിന് പൊടിക്കണതിന് ഇപ്പം തന്നെ എന്താ മണം അറിയോ? ഇത് ശരിക്കും വറുത്ത് പൊടിച്ചെടുക്കുമ്പോഴാണ് ആ അൽഫാമിൻ്റെ ശരിക്കൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. നമ്മുടെ സംഗതി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരു 5 മിനിറ്റ് ഒന്ന് തണുക്കട്ടെ. എന്നിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇത് ചൂടാറിയിട്ടുണ്ട്. നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നമുക്കിതിനെ പൊടിച്ചെടുക്കാം. ഇനി ഒരു സാധനം കൂടി നമുക്ക് അരച്ചെടുക്കാനുണ്ട്. എന്താ മസാലയുടെ മണം! നമുക്ക് ഒരു മസാലയും കൂടി അരക്കണം. തക്കാളി, കുറച്ച് പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ കുറച്ച് സവാള, വലിയ ഉള്ളി. ഇതൊന്ന് അരച്ചെടുക്കണം നമുക്ക്. മതി. നമുക്ക് ചിക്കനെ രണ്ടാക്കി പൊളിക്കണം. നടുക്ക് കട്ട് ചെയ്യാതെ. നമുക്ക് നട്ടലിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്ത് കഴുത്ത് വേണ്ട ഒന്ന് ഇത്തിരി ബലം ഉണ്ടാകും നട്ടലിന്. ഓക്കെ, ഇത് വേണ്ട, നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ഇടയിലേക്ക് ഒരു ലൈനിട്ട് കൊടുക്കാം. ഇത് ശരിക്കും കുഴകുഴാന്നിരിക്കും. നമ്മൾ വാങ്ങിക്കുമ്പോൾ അൽഫാം വാങ്ങിക്കുമ്പോൾ ഒരു ഇതില്ലേ, ഇതിൻ്റെ എല്ലൊക്കെ ഇങ്ങനെ മാറി നിൽക്കട്ടെ. ഇത് അടിപൊട്ടാന്നുണ്ടാവും. ഇതിന് ഇങ്ങനെ കട്ട് സ്കിന്നോടുകൂടി ചിക്കനാണെങ്കിൽ നല്ല സൂപ്പർ സംഭവമായിരിക്കും. അതുപോലെ തന്നെ ലൈനിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അൽഫാം ഒരെണ്ണം റെഡി. ഇവിടെ ഒരു വലിയ പീസാണ് അടച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മളിതിനെ പകുതി കട്ട് ചെയ്ത് മാറ്റി. ഇതുപോലെ നമുക്ക് എല്ലാ പീസും കട്ട് ചെയ്തെടുക്കാം. ഒരു സൈഡ് പെട്ടെന്ന് വരും, ഒരു സൈഡ് വരാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ എല്ലാം അതുപോലെ നമുക്ക് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ കാലിൻ്റെ ഈ ഭാഗത്തൊക്കെ വരയിട്ട് കൊടുക്കാം.
നമ്മളൊരു സ്ക്വയർ ടൈപ്പിൽ ഇങ്ങനെ നമുക്ക് ഈ അൽഫാം കിട്ടുമ്പോൾ കാണാം. അതുപോലെ ആക്കി കഴിഞ്ഞു. ഇനി നമുക്കിതിന് മസാലയൊക്കെ ഒന്ന് കലക്കിയെടുക്കാം. ഇതിൽ നമുക്ക് ഏകദേശം കുറച്ച് ഇടാം, ഒരു 3/4 ഭാഗം ഇടാം, ബാക്കി കുറച്ച് അവിടെ ഇരിക്കട്ടെ. നമ്മൾ അതിലേയും കുറച്ച് പേസ്റ്റ് മാറ്റിയിട്ടില്ല. മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി എല്ലാത്തിനും ഇടണം. നാരങ്ങ, മഞ്ഞൾപ്പൊടി ഇട്ടാൽ അതിൻ്റെ വിഷാംശങ്ങളൊക്കെ പോകും. പാകത്തിന് ഉപ്പ്. ഇത് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ എടുത്ത് പതുക്കെ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് നോക്കാം. ഇത് മുറിഞ്ഞു പോകരുത്. ഇതിങ്ങനെ കെട്ടക്കണം കുറച്ച് നേരം. അവിടെ ഇരിക്കട്ടെ, സൈഡിലിരിക്കട്ടെ. അടുത്ത പീസ് നമ്മൾ മസാലയൊക്കെ കറക്റ്റാണ്. ഇതിന് കുറച്ച് നേരം ഇരിക്കണം. ഇവിടെ ഈ മസാല തന്നെ കുളുകുളാന്ന് ഇരിക്കട്ടെ. അപ്പോൾ ശരിക്കും മസാലയൊക്കെ പിടിക്കുള്ളൂ. ഒരു മണിക്കൂർ ഇത് ശരിക്കും റെസ്റ്റ് വേണം. അപ്പോഴാണ് ശരിക്കും ടേസ്റ്റ് വരിക. എന്നിട്ട് നമുക്കിതിനെ അൽഫാമാക്കി എടുക്കാം. അടച്ചാക്കി ഇരിക്കട്ടെ. അത് കരി കത്തുക. ഇതൊരു ഉരുണ്ട കരി കിട്ടും. ഇതുപോലത്തെ ഉരുണ്ട കരി അത് കത്തിപ്പിടിക്കാൻ പാടായിരിക്കും. ഇതുപോലെ പീസാണെങ്കിലും പെട്ടെന്ന് കത്തിപ്പിടിക്കും. അങ്ങനെ കരി ഇങ്ങനെ മാറ്റിയിട്ട് 2-3 ചിരട്ട പീസ് വെച്ച് കൊടുക്കാം. ചിരട്ട പീസാകുമ്പോൾ പെട്ടെന്ന് കരി പിടിച്ച് കിട്ടും. കുറച്ച് കറുപ്പൂരം കത്തിച്ച് വിട്ടാൽ സമയം പെട്ടെന്ന് പിടിക്കും. ഈ ചിരട്ടയൊന്ന് പിടിച്ച് കിട്ടിയാൽ തന്നെ കരി പിടിച്ചോളാം. മൂന്ന് വെച്ച് കൊടുക്കാം. ചിരട്ട മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് അൽഫാം ഉണ്ടാക്കിയെടുക്കാം. ചിരട്ട പീസ് മാത്രം ഇട്ട് കത്തിച്ചെടുക്കാം. ഇനി പിടിച്ചോളാം കരി. നമുക്കൊരു ഗ്രില്ല് വെച്ച് കൊടുക്കാം. അടുക്കട്ടെ. അപ്പോൾ നമ്മുടെ അൽഫാമിൽ ഒരു പീസായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇച്ചിരി മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അൽഫാമിൻ്റെ ഗ്രില്ലില്ല, അപ്പോൾ 2 ഗ്രില്ല് വെച്ചിട്ടാണ് നമ്മുടെ പരിപാടി. മറിച്ചിടണം. പിടിക്കും വിനീത, 2 നല്ല കട്ടിക്ക് പിടിക്കണേ. കമ്പി നല്ല ചൂടുണ്ടാവും. അടിപൊളി. എന്താ മണം അറിയണം. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണയൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ പതുക്കെ ഒഴിച്ചു കൊടുക്കാം. അത് തീൻ്റെ കാഠിന്യം കൊണ്ട് ചൂടാകുമ്പോഴേ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ നല്ല രസം ഉണ്ടാവും. കത്താൻ പാടില്ല, കത്തിയ പണിയാണ്. അടുത്തിരുന്നിട്ട് മണം സഹിക്കാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര മണമാണ്. ഇത് നമുക്ക് ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുക്കാം. ചൂടുണ്ട്, കമ്പി പിടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് അപ്പുറത്ത് വാ, തിരിച്ച് വെച്ച് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കണം. വെന്ത് വിട്ട് വരാൻ തുടങ്ങിയത്. അടിപൊളി സംഭവം. എന്താ സ്റ്റൈല്.
ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കും, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. സംഗതി ഏകദേശമായി. അപ്പോൾ നമ്മുടെ ഓരോരോ പീസ് റെഡി ആയിട്ടുണ്ട്. പൊളിയല്ലേ. പൊളി സാധനം. അതിനുള്ള പീസ് മുറിഞ്ഞു പോയിട്ടുണ്ട് നമ്മളെ. അപ്പോൾ നമ്മുടെ സംഭവം അടിപൊളിയാണ്. ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം പിന്നീട്. അങ്ങനെ എന്തെന്ന് പറയും. അങ്ങനെയുണ്ട്. കോഴി സാധനം എനിക്ക് നോമ്പാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ തകർത്തിട്ടുണ്ടപ്പോൾ. അല്ല, അതൊന്നും കാര്യമില്ല. നമ്മൾ ഇതിനേക്കാളും വലിയ റെസിപ്പിയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്നു, തുറന്നിട്ടേ കഴിക്കുന്നു. അങ്ങനെയുണ്ട് സംഭവം. മസാല എങ്ങനെയുണ്ട്? സൂപ്പർ മസാല. ശരിക്കും ഒരു അൽഫാം ഫീൽ ഉണ്ട്. ആ പുകയൊക്കെ ഉണ്ട്. നമ്മൾ കറക്റ്റ് അത് ചുട്ടെടുത്തുകൊണ്ടാണ്. നമുക്ക് കരി കിട്ടിയില്ലെങ്കിൽ ചിരട്ട കത്തിച്ചാലും മതി. ചിരട്ടയുണ്ടല്ലോ, കുറേ ചിരട്ടയിട്ട് കത്തിച്ചുകൊണ്ട് അതിന് കനലാക്കിക്കൊണ്ട് അതിൽ നമുക്ക് അതുപോലെ അൽഫാമാക്കി എടുക്കാം. ചിലർ കരി കിട്ടില്ല പറഞ്ഞിട്ട് നമ്മൾ പല സാധനങ്ങളുടെ കരി അവിടെ പോയി വാങ്ങിക്കുന്നതൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കരി ഇല്ലെങ്കിൽ ചിരട്ടൻ്റെ കനൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയാലും മതി. സംഭവം പൊളിയല്ലേ? അപ്പോൾ എന്തായാലും അടിപൊളി റെസിപ്പിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സംഭവം വീട്ടിലൊക്കെ നിസ്സാര സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് വേവുകയും ചെയ്യും. നമ്മൾ ഒരുപാട് സമയത്തിന് ഇരിക്കണ്ട. പറയാനില്ല. അടിപൊളി അടിപൊളി സംഭവമാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ തുടർന്ന് കിടിലൻ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുക ഞങ്ങളുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേർന്നിരിക്കും. അപ്പോൾ ഇതിലും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.